നമ്മൾ ഇന്ന് തമിഴിൽ കണ്ടാണെങ്കിൽ തന്നെ IQ Neo 10 നമ്മളിന്ന് കളിക്കുന്നത് വെച്ചാൽ IQ Neo 10 പറ്റി പറയുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 4 മൊബൈലാണ്. ഇതാണ് തന്നെ ഫോൺ സ്റ്റോറേജ് നോക്കുവാണെങ്കിൽ 256 GB പ്ലസ് 12 GB പ്ലസ് 12 GB റാമും ഉണ്ട്. ആണെങ്കിൽ സ്റ്റോറേജ് കംപ്രഷൻ നോക്കുകയാണെങ്കിൽ 20 GB ആണ്. കാരണം ഗെയിമിൽ കയറുമ്പോൾ നമുക്ക് ഗെയിം സൂപ്പർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് ഹൈ ക്വാളിറ്റി ഇട്ട് കളിക്കുവാണെങ്കിൽ നമുക്ക് ലാഗുകളൊന്നും വരത്തില്ല. നല്ല രീതിക്ക് തന്നെ ക്വാളിറ്റി ആണ്. കാരണം നല്ല HDR ലുക്കിലായിരിക്കും വരുന്നത്. ആണ് കാരണം ഗെയിം വിഷ്വൽ എൻജോയ്മെൻറ്റ്, ഗെയിം വോയിസ് ചേഞ്ചർ, ഗെയിം സൗണ്ട് എഫക്ട്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇതെല്ലാം ഓണാക്കി ഇട്ടാലും ശരി നമുക്ക് ഒരു ലാഗും വരത്തില്ല. അതാണ് ഈ IQ ഗെയിം, അതറിയാലോ. ഓക്കെ, IQ എന്ന് പറയുന്നത് ഗെയിം ബെസ്റ്റ് മൊബൈൽ ഇൻ 2026 ഫോർ ഗെയിമിംഗ് ആക്ടിവിറ്റീസ്. ഓക്കെ, ഒന്നും പറയല്ല ഗെയ്സ്. ഓക്കെ, നമ്മുടെ എഡിറ്റിങ്ങിനായാലും വീഡിയോ ക്യാമറ കാര്യങ്ങൾ എന്തായാലും ഗെയ്സ് നല്ലൊരു ഫോൺ തന്നെയാണ്. ആണൊക്കെ തന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, 7000 mAh ബാറ്ററി കാര്യങ്ങളതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിനകത്ത് കുത്തിയിട്ട് ചാർജ് ആക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ്, അപ്പോൾ ഒരു 45 മിനിറ്റ്സ് നമുക്ക് ചാർജ് ഫുള്ളാക്കാം. ആണൊക്കെ തന്നെ നമുക്കൊരു 2-3 മണിക്കൂർ നമുക്ക് ഇതിനകത്ത് ചാർജ് നിൽക്കുകയും ചെയ്യും. ഓക്കെ, 2-3 മണിക്കൂർ 4-5 മണിക്കൂർ നിൽക്കും ചാർജ് നോക്കുവാണ്. ഞാനിപ്പോൾ 1 മണിക്കൂർ കളിച്ചിട്ടും ചാർജ് എനിക്ക് 10% കുറഞ്ഞിട്ടുള്ളൂ. ആണൊക്കെ തന്നെ ഹീറ്റും ആവത്തില്ല, കൂളിംഗ് പ്രോസസ്സറിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറ്റും ആവത്തില്ല. നമുക്ക് നല്ല സ്മൂത്ത് കാര്യങ്ങൾ ഗെയിമിൽ നമുക്ക് കിട്ടും. നമ്മൾ ഗെയിമിൽ ലൈവ് ഇടാനും അങ്ങനത്തെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്ന എഡിറ്റിങ്ങൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലാഗ് കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. ഗെയിമിലേക്ക് കിടക്കുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു 1v1 കാലം കളിച്ചാൽ നമുക്ക് ഇതിൻ്റെ സ്മൂത്ത് കാര്യം കാണിച്ചു തരാം. എന്തായാലും നമുക്ക് ലാഗ് കാര്യങ്ങളും എന്തോന്നൊക്കെ നോക്കാം. നമുക്ക് ജസ്റ്റ് 1v1 നമ്മുടെ ഡാർക്കിനൂടെ കളിച്ച് നോക്കാം. എന്തായാലും റൂം ഞാൻ ക്രിയേറ്റ് ചെയ്യട്ടെ ഗെയ്സ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്തായാലും മാച്ച് കാര്യങ്ങൾ. എന്തായാലും ഓക്കെ ഗെയ്സ്, നമ്മളിവിടെ മാച്ച് കാര്യങ്ങൾ സ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഡെസ്ഐഡികൾ അതാണ് തന്നെ ഗ്ലൂ വാള് ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാൻ എന്തായാലും വെക്കാം. വീഡിയോ കാണിച്ച് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ റൂട്ട് 1 സബ്സ്ക്രൈബേഴ്സ് ആണ്. നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോയ്ക്ക് വലിയ വ്യൂസ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ലെങ്കിൽ, വ്യൂസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സബ്സ്ക്രൈബർ കൂടുന്നില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊരു 4 സബ്സ്ക്രൈബർ അല്ല 8 അല്ലെ 6, കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 അതിനകത്ത് ആ റേഞ്ചിൽ നിൽക്കത്തുള്ളൂ. നമുക്ക് അതിൽ മേലോട്ട് പോകുന്നില്ല. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഇഷ്ടംപോലെ വീട്ടിൽ നമുക്ക് കയറത്തില്ല, അതാണ് പ്രശ്നം. എന്തായാലും നമുക്ക് കളി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിൽ എടുക്കാൻ പറ്റില്ല നോക്കാം. ഇവിടെ ആണെങ്കിൽ നമ്മുടെ ഡാർക്കിനെ സ്പോട്ട് ചെയ്ത് ജസ്റ്റ് നമ്മൾ M10 വെച്ച് ഡ്രാഗ് ചെയ്ത് ഓക്കെ ഗെയ്സ്, ഒരു കിടിലം പോലത്തെ 1 ടാപ്പ് കാര്യം കൊടുത്ത് അങ്ങനെ ആ റൗണ്ട് കാര്യം നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു സെക്കൻഡ് റൗണ്ട് നോക്കുവാണെങ്കിൽ നമ്മളിവിടെ ഡാർക്കിനെ സ്പോട്ട് ചെയ്ത് ജസ്റ്റ് നമ്മൾ എഗെയിൻ നമ്മൾ നേരെ കയറാൻ നോക്കിയിട്ടുണ്ട്. കൺട്രോൾ ഇടുന്നില്ല. ഓക്കെ, നമ്മൾ M10 എടുത്തു, M80 എടുത്തു. ഓക്കെ, M80 വെച്ച് ജസ്റ്റ് ഓക്കെ ചെയ്ത് ഒരു കിടിലം പോലത്തെ റെഡ് നമ്മൾ എഗെയിൻ കൊടുത്ത് അങ്ങനെ ആ റൗണ്ട് നമ്മൾ എടുത്തിട്ടുണ്ട് 2-0. ഓക്കെ, ഈ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഇതുവരെ ലാഗ് എനിക്ക് അറിയുന്നത് കൂടില്ല, കളിച്ചിട്ട് ഇതുവരെയായിട്ട് ലാഗ്. ഇത് നമ്മളോട് ഡാർക്കിനെ കാരണം സ്പോട്ട് ജസ്റ്റ് ഡാർക്ക് ഫ്രണ്ട് വേണം. നമുക്ക് ജസ്റ്റ് M10 എടുത്ത് എഗെയിൻ ഒരു 1 ടാപ്പ് ഓക്കെ ഗൈസ്, ഒരു കിടിലം പോലത്തെ ഒരു OP 1 ടാപ്പ് കൊടുത്ത് അങ്ങനെ ആ റൗണ്ട് നമ്മൾ എടുത്ത് ഇപ്പോൾ 3-0 ആയിട്ടുണ്ട്. ഈ റൗണ്ട് നോക്കുവാണെങ്കിൽ ക്ലോക്ക് ടവറിലാണ് വന്ന റൗണ്ട്. എന്തായാലും നമുക്ക് ജസ്റ്റ് UMP എല്ലാം ഞാൻ എടുത്ത് വെച്ചപ്പോൾ നമുക്ക് എടുക്കാൻ ഇങ്ങോട്ട് വേണ്ട ടൈമിലാണെങ്കിൽ നമ്മൾ ഡാർക്കിന് കുറച്ച് ഡാമേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗ്ലൂട്ട് കവർ ചെയ്ത് മെഡിക്കറ്റ് അടിച്ചത് പുറത്തിറങ്ങി വെക്കും. നമുക്ക് ജസ്റ്റ് അവൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് അടിക്കാൻ നോക്കാം. എന്തായാലും വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് UMP ഡ്രാഗ് ചെയ്യാൻ നോക്കാം. എന്തായാലും ഡാർക്കാണെങ്കിൽ അവിടെ തന്നെ നിൽക്കുകയാണ്. ജസ്റ്റ് നമുക്ക് ഇവിടെ കിടന്ന് ചാടി നിന്ന് അവൻ ഇങ്ങോട്ട് കയറുന്ന ടൈമിൽ നമുക്ക് അടിക്കാം. ഓക്കെ, അവൻ കയറി നോക്കിയ കേസ് കൊടുക്കാൻ നോക്കി, ഡാമേജ് കൊടുക്കാൻ നോക്കി, ബട്ട് അവൻ മാറി പോയി. അവൻ ജസ്റ്റ് കയറിയിട്ട് നമുക്ക് എഗെയിൻ നമുക്ക് അടിക്കാൻ നോക്കാം UMP വെച്ച്. ഓക്കെ, കൊള്ളുന്നില്ല. ഓക്കെ, അവനാണ് മാറി പോകുന്നു. എഗെയിൻ നമ്മൾ കൊടുത്തിട്ട് 85 ഡാമേജ് കൊടുത്തു. ഓക്കെ കേസ്, എഗെയിൻ നമ്മൾ കൊടുത്തു കുറച്ച് ഡാമേജ് കൂടെ. ഇനി ഒറ്റടി കൂടെ ഉള്ളു. ഓക്കെ, ഒറ്റടി കൂടെ ഉള്ളു. ഓക്കെ അവൻ ഇരുന്നിരുന്ന് അയ്യോ ഗൈസ്, ഇതവൻ ഇരുന്നിരുന്ന് കാണിച്ച് ഞാൻ ബട്ട് അടിച്ചിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല കേസ്, 4-0 ആയിട്ടുണ്ട്. അത്ര ഈ റൗണ്ടിലാണെങ്കിൽ നമ്മുടെ ഇവിടെയാണ് വന്നേക്കുന്നത് കേസ്, നമ്മുടെ ഹാങ്ങറിലാണ് റൗണ്ട് വന്നേക്കുന്നത്. നമ്മളിതൊരു MB40 കാലം എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും ലോങ്ങിൽ നിന്ന് കളിക്കുകയാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അടുത്തോട്ട് പോയതിനു ശേഷം ജസ്റ്റ് അടിക്കാൻ നോക്കാം. എന്തായാലും ഓരോ ടൈമിലാണ് നമ്മൾ ഡാർക്കിനെ കണ്ട് MB40 വെച്ച് ഡ്രാഗ് ചെയ്യാൻ നോക്കി, ബട്ട് കൊള്ളുന്നില്ല. ഓക്കെ, ഒരു 76 ഓക്കെ കേസ്, പെട്ടെന്ന് എൻ്റെ ബോൺഫയർ കയറി വന്നു. എന്തായാലും നമുക്ക് ജസ്റ്റ് M10 തന്നെ എടുത്ത് ഷോട്ട് റേഞ്ച് ചെന്ന് എൻ്റെ മോനെ കേസ് ഒരു OP 1 ടാപ്പ് എഗെയിൻ നമ്മൾ M10 വെച്ച് അടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ റൗണ്ട് നമ്മൾ അങ്ങനെ എടുത്ത് 5-0. ഈ റൗണ്ട് വന്നിരിക്കുന്ന ഫാക്ടറിയിലാണ്. നമുക്ക് നേരത്തെ കളിച്ച റൗണ്ടുകൾ കണക്ക് തന്നെ നമുക്ക് ജസ്റ്റ് റഷ് ചെയ്ത് കളിക്കുന്ന എനിക്ക് നല്ലത്. എന്തായാലും നമുക്ക് അവൻ്റെ ഷോർട്ട് റേഞ്ച് ചെന്ന് ജസ്റ്റ് 1 ടാപ്പ് അടിക്കാൻ നോക്കാം. ഓക്കെ, ഇങ്ങോട്ട് വന്ന ടൈമിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഫ്രണ്ടിൽ ഡാർക്കിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് MB40 എടുത്ത് ഡ്രാഗ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഡാർക്കാണെങ്കിൽ ഒരു കിടിലം പോലത്തെ റെഡ് നമ്മുടെ ഡെസേർട്ട് വഴി നമുക്ക് തന്നിട്ടുണ്ട്. എന്നാലും ആ റൗണ്ട് ഡാർക്കാണ് എടുത്തേക്കുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഗെയിം വിഷ്വൽ എൻജോയ്മെന്റ് ഇമേജ് ക്വാളിറ്റി ഓൺ ആക്കാൻ വേണ്ടി പോവാണ്. ജസ്റ്റ് ഓൺ ആക്കി. ഓക്കെ ഗൈസ്, ഇവിടെ നോക്കുവാണെങ്കിൽ എനിക്ക് നല്ല ഗെയിമിൽ നല്ല ക്വാളിറ്റി ആറിൽ കൂടി, ബട്ട് റെക്കോർഡ് ചെയ്ത ടൈമിൽ എനിക്ക് ക്വാളിറ്റി കാണിച്ചില്ല. ഓക്കെ, എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ജസ്റ്റ് എനിക്ക് വലിയ ലാഗ് ഇപ്പം ഫീൽ ചെയ്യുന്നില്ല, നല്ല ലാഗ് ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് ടൈമിൽ നമ്മൾ ഡാർക്കിൻ്റെ കാലം സ്പോട്ട് ഡാർക്ക് ഒരു വീട്ടിനകത്തോണ്ട് നമുക്ക് ജസ്റ്റ് ഗ്ലൂ ഇട്ട് മാറി ഡാർക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അടിക്കാൻ നോക്കാം. ഓക്കെ, കൊണ്ടില്ല. ഡാർക്കിൻ്റെ M10 ഉണ്ട്, UMP ഉണ്ട്. നമുക്ക് ജസ്റ്റ് എഗെയിൻ നമുക്ക് അടിക്കാൻ നോക്കി, ഡാമേജ് കൊടുക്കാൻ നോക്കി, കൊണ്ടില്ല. നമ്മുടെ ഡെസേർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഡെസേർട്ട് വെച്ച് 1-1 ഷോ കാണിക്കുവാണ്. ഓക്കെ, എഗെയിൻ നമ്മൾ കൊടുക്കാൻ നോക്കി, കൊണ്ടില്ല. ഡാമേജ് പോകുന്നില്ല. ഓക്കെ, നമ്മുടെ ഷോട്ട് വന്നപ്പോൾ കൊടുക്കാൻ നോക്കി, കൊണ്ടില്ല.
നമുക്ക് എന്തായാലും വെച്ച് ലോങ് വരും. ആ ലോങ് പോകുമ്പോഴത്തേക്ക് നമുക്ക് എഗെയിൻ അടിക്കാൻ നോക്കാം. ഓക്കെ കേസ് ഒരു OP ഡെസൈഡുകൾ 1 ടാപ്പ് ആറിൽ കൊടുത്ത് അങ്ങനെ ആ റൗണ്ട് നമ്മളെടുത്ത് 6-1 ആക്കിയിട്ടുണ്ട്. ഓക്കെ കേസ് എന്നാൽ ഈ റൗണ്ട് നമ്മുടെ റിംന വില്ലേജിലാണ് വന്നേക്കുന്നത്. നമുക്ക് എന്തായാലും ജസ്റ്റ് ഡെസൈഡ് ഓക്കെ കേസ് നമ്മൾ ഡാർക്കിന് എൻ്റെ മോനെ കേസ് നമ്മൾ ഡാർക്കിന് ലോങ്ങിൽ നിന്ന് തന്നെ നമ്മൾ 1 ടാപ്പ് കാറിൽ കൊടുത്ത് ഈ ഒരു മാച്ച് കാറിൽ ബുയി അടിച്ചിട്ടുണ്ട്. എന്തായാലും 7-1 ബുയി അടിച്ചേക്കെന്ന് വെച്ചാൽ ഇതുവരെയായിട്ട് എനിക്കൊരു മൊബൈൽ കളിച്ചതിന് ശേഷം എനിക്ക് ഇതുവരെയായിട്ട് ലാഗ് തോന്നിയില്ല. ഓക്കെ ലാഗ് അറിഞ്ഞത് കൂടില്ല, ലാഗ് വരണ്ടേനില്ല, അറിയാൻ വരണ്ട കേസ് ലാഗ് ഇല്ല. ഓക്കെ അതാണ് ഇതിൻ്റെ ഫോണിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് ലാഗ് ഗെയിം ഫോൺ ആയതുകൊണ്ടാണ് ലാഗ് ഒരു ലാഗ് പോലും ഇല്ല. ഓക്കെ ഞാൻ ഫുള്ള് സ്മൂത്ത്, ഞാൻ അൾട്രാ ഇട്ട് കളിക്കുകയാണ്. എല്ലാ ഗെയിം വിഷ്വൽ എൻജോയ്മെൻറ്റ് അതാണൊക്കെ തന്നെ ഗെയിം സൂപ്പർ റെസൊല്യൂഷൻ എല്ലാം ഓൺ ആക്കിയിട്ടാണ് കളിച്ചത്. ബട്ട് എനിക്ക് ലാഗ് തോന്നിയില്ല. ഓക്കെ എന്തായാലും നമ്മുടെ മാച്ചുകളിൽ നമ്മൾ ജയിച്ചിട്ടുണ്ട്. കേസ് എന്തായാലും ഈ ഒരു വീഡിയോ എടുത്ത ടൈമിൽ എനിക്ക് ഈ ഒരു 2 മണിക്കൂർ ഏകദേശം എടുത്തിട്ടുണ്ട്. ഇതുവരെ എനിക്ക് ലാഗോ അതോ ഹീറ്റോ ഒന്നും തോന്നിയിട്ടില്ല എന്തായാലും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി വന്നത്, ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഞാൻ എന്താണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം, എനിക്ക് വലിയ സബ്സ്ക്രൈബ് കാര്യങ്ങളൊന്നുമില്ല, പ്രൊമോഷൻ വീഡിയോ ചെയ്യാനായിട്ടില്ല. പ്രൊമോഷൻ വീഡിയോ ചെയ്യാനായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് അതങ്ങനെ കിട്ടിയിട്ടില്ല എനിക്ക് ഇതുവരെ. ആ ഒരു ബാഡ്ജും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രൊമോഷൻ ചെയ്യുന്നത് എനിക്ക് ആവശ്യമില്ല. ബട്ട് എനിക്ക് കിട്ടിയ ഒരു പ്രയോജനം നിങ്ങൾക്ക് കൂടെ കിട്ടണമെന്ന് വിചാരിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത് പറയുന്നത്. ഓക്കെ അല്ല പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല, അത്രേ ഉള്ളൂ. ഈ വേറൊരു പരിപാടിയൊന്നും ഇല്ല, നമ്മൾ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല. എന്തായാലും ഇത്രേ ഉള്ളൂ ഈ വീഡിയോ എന്ന് പറയുന്നത്. ഇതിനെക്കാട്ടി വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ ടോക്ക് ഗെയിമിംഗ് FF. പീസ് ഔട്ട്, സൈനിങ് ഓഫ്.